സ്ട്രക്ചർ ഓഫ് ഫ്യൂറാൻ ആൻഡ് പിരിഡിൻ. ആദ്യം നമുക്ക് ഫ്യൂറാൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഫ്യൂറാൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കാർബണും ഒരു ഓക്സിജനും ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയുണ്ട്? 4 കാർബൺ ഉണ്ട്, 1 2 3 4. അതുപോലെ ഒരു ഓക്സിജനും ഉണ്ട്. ഇനി ഇതിലെ 4 കാർബണും ഈ ഒരു ഓക്സിജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പം ഓരോ എത്ര sp2 ഹൈബ്രിഡൈസ്ഡ് ലോബ് ഉണ്ടാകും? ഓരോന്നിനും 3 sp2 ലോബുകൾ ഉണ്ടാകും. ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ഒരു sp2 ഇതിൻ്റെ ഒരു sp2 end to end ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇതിന് മറ്റൊരു sp2 രണ്ടെണ്ണം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെതും കൂടി ഓവർലാപ്പ് ചെയ്തിട്ട് മറ്റൊരു സിഗ്മ ബോണ്ട്, ഇതിൻ്റെ ഈ ഒരു ലോബും ഇതിൻ്റെ ഒരു ലോബും കൂടി ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു സിഗ്മ ബോണ്ട്. എല്ലാ ലോബും ഒരേ വലുപ്പം തന്നെയാണ്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു സിഗ്മ ബോണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇതൊക്കെ എന്താണ്? sp2 ലോബുകളാണ്. അപ്പോൾ ഓരോന്നിനും 3 വീതം sp2 ലോബുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കാർബണിൻ്റെ മൂന്നാമത്തെ sp2 ലോബ് എന്തുമായിട്ട് ഓവർലാപ്പ് ചെയ്യും? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട്, 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ടൈപ്പ് ബോണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്? സിഗ്മ ബോണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു സിഗ്മ ബോണ്ട് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എൻ ടു എൻഡ് ഓവർലാപ്പാണ്. അതുകൊണ്ട് എല്ലാം എന്താണ്? സിഗ്മ ബോണ്ടാണ്. ഓക്കെ. ഇനി ഈ ഓക്സിജൻ്റെ മുകളിൽ നമ്മൾ 3 sp2 ലോബുകൾ 3 ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ മൂന്നാമത്തേതിൽ നിങ്ങൾക്ക് ഓക്സിജനെ നോക്കിക്കഴിഞ്ഞാൽ 2 ബോണ്ടുകളും 2 ലോൺ പെയർസും ആണുള്ളത്. അപ്പോൾ അതിലെ ഒരു ലോൺ പെയർ എന്ന് പറയുന്നത് ഈ sp2 ലോബിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. sp2ലായിരിക്കും ഒരു ലോൺ പെയർ ഉണ്ടാവുക. ഇനി ബാക്കിയുള്ള ഇലക്ട്രോൺ എവിടെ പോയി നോക്കാം. ഓക്കെ. ഈ ഓരോ കാർബണിലും ഈ ഒരു sp2 ലോബുകളെല്ലാം ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും. sp2ൻ്റെ അറേഞ്ച്മെൻറ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതെല്ലാം ഓവർലാപ്പ് ചെയ്തിട്ട് ഈ മൊത്തം ഈ 4 കാർബണും ഈ ഓക്സിജനും ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കും. ആ സിംഗിൾ പ്ലെയിനിലായിരിക്കും ഈ sp2 ലോബുകളും ഉണ്ടാവുക. ഇനി ഓരോ ഈ കാർബണിനും ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചിത്രമാണ് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ ഓക്സിജൻ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇത്. അതായത് നമ്മൾ sp2 ലോബിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇത്. പിന്നെ ഇതിന് ഓക്സിജൻ 2 ലോൺ പെയർ ഇല്ലേ? അപ്പോൾ അതിൽ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റലിലുള്ള ലോൺ പെയർ ആണ് ഇത്. അപ്പോൾ അങ്ങനെ അതുപോലെ കാർബണിൻ്റെ അകത്തും ഓരോ ഇലക്ട്രോൺ വീതമുള്ള ഓരോ കാർബണിലും ഓരോ ഇലക്ട്രോൺ വീതമുള്ള എന്തുണ്ടാവും? പെർപെൻഡിക്കുലർ p ലോബുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 5 ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? 5 മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക ഓവർലാപ്പ് ഒക്കെ കാണിച്ചിട്ട് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ എനർജി ലെവൽ മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മോളിക്കുലാർ ഓർബിറ്റലല്ലേ ഉണ്ടാവുക. അപ്പം ψ1 ψ2 ψ3 ψ4 ψ5. ഓക്കെ. അപ്പോൾ ഈ 3 എണ്ണവും എന്തായിരിക്കും? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും. ഇത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലായിരിക്കും. ഓക്കെ. ഇനി ഇലക്ട്രോൺ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത് ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ 6 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ലോവർ എനർജിയിൽ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വരും. ഓക്കെ. അപ്പോൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രോൺസ് ഫില്ലിങ് നടക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഈ സിസ്റ്റം എന്താണ്? പ്ലാനാറാണ്, പിന്നെ സൈക്ലിക് ആണ്. പിന്നെ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺസ് ആണുള്ളത്. 6 എന്ന് പറഞ്ഞാൽ 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. പൈ ഇലക്ട്രോൺസ് നമ്മളെ ഈ ഓക്സിജൻ്റെ ലോൺ പെയറും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ലോൺ പെയറിൽ ഏത് കൂട്ടുന്നില്ല? നമ്മളെ ഈ പ്ലെയിനിലുള്ളത്, അതായത് sp2 ലോബിലത്തെ ഇലക്ട്രോൺ പെയറിനെ കൂട്ടുന്നില്ല. കാരണം അത് നമ്മളെ ഈ ഒരു എന്താ പറയുക ഓവർലാപ്പിൽ പങ്കെടുക്കുന്നില്ല.
ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽ ഫോർമേഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 6 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോഞ്ചുഗേറ്റഡ് സിസ്റ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ആരോമാറ്റിക് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ കോൺസെപ്റ്റ് ഓഫ് ഫ്യൂറാനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എല്ലാ കാർബണും ഓക്സിജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. എന്നിട്ട് sp2 ലോബുകൾ ഓവർലാപ്പ് ചെയ്തിട്ട് CC സിഗ്മ ബോണ്ടും അതുപോലെ CO സിഗ്മ ബോണ്ടും CH സിഗ്മ ബോണ്ടുകളും ഫോം ചെയ്യുന്നു. അതുപോലെ ഒരു sp2 ലോബിലായിരിക്കും എന്തുണ്ടാവുക, ഓക്സിജൻ്റെ ഒരു ലോൺ പെയർ ഉണ്ടാവുക. പിന്നെ എന്ത് ചെയ്യും, ബാക്കി എല്ലാ കാർബണിൻ്റെ മുകളിലും ഒരു ഇലക്ട്രോൺ വീതമുള്ള ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ നമ്മളെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവും. അതെല്ലാം കൂടി എന്ത് ചെയ്യും, ലാറ്ററലി ഓവർലാപ്പ് ചെയ്തിട്ട് എന്തുണ്ടാവും, ആ 5 മോളിക്കുലാർ ഓർബിറ്റലും കമ്പൈൻ ചെയ്തിട്ട് 5 ആറ്റമിക് ഓർബിറ്റലും കമ്പൈൻ ചെയ്തിട്ട് 5 മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവുന്നു. എന്നിട്ട് അതിൽ ലോവർ എനർജി മുതൽ ഫില്ലിങ് നടക്കുന്നു. അപ്പോൾ 6 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്, 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പ്ലാനാറാണ്, പിന്നെ സൈക്ലിക് ആണ്, 6 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇതെന്താണ്, ആരോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, അപ്പം അതായത് നമുക്ക് ബെൻസീൻ്റെ ഒക്കെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത് അല്ലേ. 2 കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കും, ഇങ്ങനെയൊന്നും അതുപോലെ ഇതുപോലെ ഒരെണ്ണം, ഈ ബോണ്ടും ഈ ബോണ്ടും ഈ ബോണ്ടും ഈ ബോണ്ടും ഈ ബോണ്ടും ഈ ബോണ്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം അൺചാർജ്ഡ് ആയിട്ടുള്ള നോ ചാർജ്, ഇതിനാണെങ്കിൽ നോ ചാർജ്, ബാക്കി എല്ലാത്തിനും ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസാണ്. അപ്പം ഈ ബെൻസീൻ്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിനും ഈക്വൽ ആയിട്ടുള്ള എനർജി ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് സ്റ്റെബിലിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഈ ഒരു കാനോണിക്കൽ സ്ട്രക്ചറിനും ഈ ഒരു കാനോണിക്കൽ സ്ട്രക്ചറിനും. പക്ഷേ ഈ ഒരു ഫ്യൂറാൻ്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫ്യൂറാൻ്റെ ഈ ഒരു ഇപ്പോൾ അതായത് ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഓക്സിജൻ്റെ മുകളിൽ എന്ത് ചാർജ് വരുന്നുണ്ട്, പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെപ്പറേഷനും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള റെസൊനൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുകയാണെങ്കിലും ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ മൊത്തത്തിലുള്ള ടോട്ടൽ ഹൈബ്രിഡ് സ്ട്രക്ചറിലേക്കുള്ള ഇതിൻ്റെ ഈ ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും. കാരണം എന്താണ്, ഓക്സിജൻ്റെ മുകളിലൊക്കെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമാണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആയ ആറ്റത്തിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്ന കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. എന്നാലും ഇങ്ങനെയുള്ള റെസൊനൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസൊനൻസ് എനർജി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെൻസീൻ്റെത് ഏകദേശം 150 റേഞ്ചിൽ വരും. അതിൻ്റെ 150 കിലോ ജൂൾ പെർ മോൾ റെസൊനൻസ് എനർജി വരുന്ന സ്ഥാനത്ത് ഈ ഒരു ഫ്യൂറാൻ്റെ റെസൊനൻസ് എനർജി ഏകദേശം 71.5 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ അത്രേ ഒരു ഡിഫറൻസ് ഇൻ റെസൊനൻസ് എനർജി വരുന്നുണ്ട്. അതായത് ബെൻസീൻ്റെ റെസൊനൻസ് എനർജീൻ്റെ അല്ലെങ്കിൽ റെസൊനൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ അത്ര സ്റ്റെബിലൈസ്ഡ് ആവുന്നില്ല ഇത്. കാരണം എന്താണ്, ഈ ഓക്സിജൻ്റെ മുകളിൽ ഒരു ഓക്സിജൻ്റെ മുകളിൽ എന്ത് ചാർജ് വരുന്നുണ്ട്, പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട് ഇതിലത്തെ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ. എങ്കിലും ഇത്തരം കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇങ്ങനെയൊരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. അതായത് സാധാരണ ഒരു CO ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് CO സിംഗിൾ, നമ്മൾ ഈ ഒരു സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ സിംഗിൾ ബോണ്ട് അല്ലേ. അപ്പോൾ ആ സിംഗിൾ ബോണ്ടിൻ്റെ ലെങ്ത് ഏകദേശം
ഇത്ര വരണം, 1.43 ആങ്സ്ട്രോം വരണം. പക്ഷേ ആക്ച്വൽ സ്ട്രക്ചറിൻ്റെ നമ്മൾ എക്സ്റേ അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ബോണ്ട് ലെങ്ത് വരുന്നത് എത്രയാണ്? 1.37 ആണ്, വിച്ച് ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ കാർബൺ, ഓക്സിജൻ, ഡബിൾ ബോണ്ട് ആൻഡ് സിംഗിൾ ബോണ്ട്. അത് ഇങ്ങനെ ഒരു റെസൊണൻസ് കോൺട്രിബ്യൂട്ടിങ് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതിന് എവിഡൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈബ്രിഡ് ഓഫ് ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പിന്നെ ഫ്യൂറാൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പിരിഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. പിരിഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ ഫ്യൂറാൻ്റെ സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഓരോ കാർബണും ഈ ഒരു നൈട്രജനും sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ വരയ്ക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഓരോ കാർബണിന് 3 sp2 ലോബുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 3 sp2 ലോബിൽ ഒരെണ്ണം ഈ നൈട്രജനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ ഈ കാർബണും ഇവിടെയുള്ള കാർബണും തമ്മിലുള്ള സിഗ്മ ബോണ്ട്, അതുപോലെ ഇതിൻ്റെ ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഉണ്ടാവുമല്ലോ, ആ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലായിട്ട് ഒരു സിഗ്മ ബോണ്ട്. അപ്പോൾ അങ്ങനെ ഈ എല്ലാം തീർത്ത് വരയ്ക്കുക. ഇതിൻ്റെ അകത്തുള്ള ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അടിയിലുള്ള എന്ത് വരയ്ക്കണ്ട? ബോണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കണ്ട കേട്ടോ. ഇപ്പോൾ സി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതുപോലെ എന്തുണ്ടാവും? ഹൈഡ്രജനുമായിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഒരു sp2 പിന്നെ ലോബിൽ ലോൺ പെയർ ആയിരിക്കും ഉണ്ടാവുക. ഈ നൈട്രജൻ്റെ ലോൺ പെയർ ആയിരിക്കും, ഇത് ലോൺ പെയർ ആണ്. ഈ ഒരു നൈട്രജൻ്റെ ഒരു sp2 ലോബിൽ ഉണ്ടാവുക. ഇനി ഓരോ കാർബണിൻ്റെയും അതുപോലെ തന്നെ ഈ നൈട്രജൻ്റെയും ഈ ഒരു sp2 പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഓരോന്നിലും ഓരോ p ലോബുകൾ ഉണ്ടാവും. ആ ഓരോ p ലോബിലും ഓരോ ഇലക്ട്രോൺ വീതമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓരോ ഇലക്ട്രോൺ വീതമുള്ള പെർപെൻഡിക്കുലർ p ലോബുകൾ ഉണ്ടാവും. ആ 6 പെർപെൻഡിക്കുലർ p ലോബുകളും 4 എത്രയാണ്? 6 ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് എന്തായി? 6 മോളിക്കുലാർ ഓർബിറ്റലുകൾ ഫോം ചെയ്തു. അപ്പോൾ 6 മോളിക്കുലാർ ഓർബിറ്റലുകൾ നമുക്ക് ബോണ്ടിങ് ടൈപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ആൻറ്റി ബോണ്ടിങ് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ എനർജീൻ്റെ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ psi1 psi2 psi3 psi4 psi5 psi6, അപ്പം അങ്ങനെ എഴുതുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ബോണ്ടിങ് ഓർബിറ്റലിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നുള്ളൂ. ഇനി എന്താണ്? 6 മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടായി. അതുപോലെ തന്നെ ഈ സിസ്റ്റം എന്താണ്? പ്ലാനാർ ആണ്, അതുപോലെ സൈക്ലിക് ആണ്, അതുപോലെ 6 pi ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നേരത്തെ ഓക്സിജനത്തെ ലോൺ പെയർ നമ്മൾ ഇതിൻ്റെ അകത്ത് കൗണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ലോൺ പെയർ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ എന്തുണ്ട്? ഇതിൻ്റെ അകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് 4n+2 റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു p ലോബിലത്തെ ഇത് എന്തല്ല, ലോൺ പെയർ എവിടെയായിരിക്കുന്നത്? പ്ലെയിനിലാണ് ഇരിക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള p ലോബിലത്തെ ഇലക്ട്രോൺസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ പെർപെൻഡിക്കുലർ p ലോബിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ഈ നൈട്രജൻ്റെ കേസിൽ. അപ്പോൾ ആ ഒരു നൈട്രജനെ മാത്രം കൗണ്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഈ ലോൺ പെയറിനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എന്തുണ്ടാവും? 6 ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് 6 മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. 6 മോളിക്കുലർ ഓർബിറ്റൽ 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അതിൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മാത്രം ആണ്, അതായത് ലോവർ എനർജി ഉള്ള മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് പിരിഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ നേരത്തെ നമ്മൾ ഫ്യൂറാൻ്റെ കേസിൽ നോക്കിയ പോലെ ഇതിൻ്റെ റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ റെസൊണൻസ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെൻസീനെ പോലെ തന്നെ കമ്പയറബിൾ ആയിട്ടുള്ള കെക്കൂലി സ്ട്രക്ചേഴ്സ് ഇതിനും പോസിബിൾ ആണ്. അതായത് അൺചാർജ്ഡ് ആയിട്ടുള്ള. ഓക്കെ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അൺചാർജ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിനും ചാർജ് ഇല്ല, അതുപോലെ തന്നെ ഇതിനും ചാർജ് ഇല്ല. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെപ്പറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും, എന്നാലും ഇങ്ങനെയുള്ള സ്ട്രക്ചർ പോസിബിൾ ആണ്. അപ്പോൾ അതിനുള്ള എവിഡൻസ് ആണ് ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർബൺ ബോണ്ട് ലെങ്ത് ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ കാർബൺ സിംഗിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ട് ലെങ്ത്. അതുപോലെ തന്നെ കാർബൺ നൈട്രജൻ ബോണ്ട് ലെങ്ത് ഈസ് ഇൻ്റർമീഡിയറ്റ്, ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അത് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ സിംഗിൾ ആൻഡ്, അതായത് കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ട് ആൻഡ് കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് ആയിരിക്കും. അതിൻ്റെ വാല്യൂ ആയിരിക്കും ഇത് കിട്ടുന്നത്. ഇനി ഇതല്ലാണ്ട് നമുക്ക് വേറെയും കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. നമ്മൾ വേറെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണ് ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്തത്? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിന് പകരം ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇവിടെ നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ 2 ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അതുപോലെ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ടൈപ്പായിട്ടുള്ള റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതായത് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. കാരണം എന്താണ്? ഈ ടൈപ്പ് സ്ട്രക്ചറിൽ പോസിറ്റീവ് ചാർജ് എവിടെയാണ് വരുന്നത്? ഇലക്ട്രോ നെഗറ്റീവായ നൈട്രജൻ്റെ മുകളിൽ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് വരുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് നമ്മൾ വരയ്ക്കാത്തത്. അപ്പോൾ അത്രയ്ക്കാണ് സ്ട്രക്ചർ ഓഫ് പിരിഡിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.